ഞങ്ങൾക്ക് ഒരു മികച്ച നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിക്കുന്നു. മാനവരാശിയുടെ ഏറ്റവും ക്രൂരരായ ഭീകരരുടെയും കൊലയാളികളുടെയും കൈകളാൽ ഖാംനെയി വരിച്ച രക്തസാക്ഷിത്വം ഈ മഹാനായ നേതാവിന്റെ വിശ്വാസ്യതയുടെയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടതിന്റെയും അടയാളമാണ്. ഇറാനിയൻ ജനതയുടെ പ്രതികാരത്തിന്റെ കൈകൾ അവരെ വെറുതെ വിടില്ലെന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ മരണത്തെക്കുറിച്ച് റവല്യൂഷണറി ഗാർഡ് പ്രതികരിച്ചത്. ഖാംനെയുടെ മരണം ട്രംപാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആദ്യം അറിയിച്ചത്. തുടർന്നാണ് ഇറാൻ വാർത്ത സ്ഥിരീകരിക്കുന്നത്. ആക്രമണത്തിൽ ഖാംനെയുടെ മകളും മരുമകനും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടതായും ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാംനെയുടെ മരണത്തിനു പിന്നാലെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറെടുക്കുന്നുവെന്നാണ് വിപ്ലവ സേന അറിയിച്ചിരിക്കുന്നത്. പോരാട്ടം ഉടൻ ആരംഭിക്കും. അധിനിവേശ പ്രദേശങ്ങൾ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പെൺകുട്ടികളുടെ സ്കൂളിൽ ഇന്നലെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെ അധിനിവേശ ശക്തികളുടെ വിവിധ ആക്രമണങ്ങളിലായി 200ഓളം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനു തിരിച്ചടി നൽകിയത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു. പരമോന്നത നേതാവിന്റെ മരണത്തിൽ 7 ദിവസത്തെ അവധിയാണ് ഇറാൻ സർക്കാർ രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും ഉണ്ടാകും. ഖാംനെയുടെ മരണം സ്ഥിരീകരിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 1981 മുതൽ 1989 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്നു ഖാംനെയി. 1989 പരമോന്നത നേതാവായി മാറുന്നത്. ഇറാന്റെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിൽ ഖാംനെയി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇറാഖുമായുള്ള യുദ്ധം നടക്കുമ്പോൾ ഖാംനെയി ആയിരുന്നു ഇറാന്റെ പ്രസിഡന്റ്. US പിന്തുണയോടെയായിരുന്നു അന്ന് ഇറാഖ് യുദ്ധം ചെയ്തിരുന്നത്. പിൻകാലത്ത് കടുത്ത അമേരിക്കൻ പാശ്ചാത്യ വിരുദ്ധത ഖാംനെയിൽ അടിയുറച്ച ഒരു വിശ്വാസമായി രൂപപ്പെടാൻ കാരണമായത് ഈ യുദ്ധം തന്നെയായിരുന്നു. ഖാംനെയി കൊല്ലപ്പെട്ടത് ഇറാന്റെ മാത്രമല്ല US കൂടി വിജയമാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ ജനതയ്ക്ക് സ്വന്തം രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള അവസരമാണിത്. ഇറാന്റെ മിലിറ്ററി, പോലീസ് തുടങ്ങിയ എല്ലാ സുരക്ഷാ സേനകൾക്കും പോരാടാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം പ്രിയപ്പെട്ട നേതാവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായി ഇറാനിയൻ ജനത കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇറാനിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഖാംനെയുടെ മരണം പശ്ചിമേഷ്യൻ സംഘർഷത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.